2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറുകൾ റദ്ദാക്കിയിരുന്നു. വ്യാപാരം നിർത്തിവെച്ചിരുന്നു. പിന്നീട് ഇന്ത്യ തങ്ങളുടെ അതിസൗഹൃദ പട്ടികയിൽ നിന്ന് പാകിസ്ഥാനെ നീക്കിയിരുന്നു. ഇതോടുകൂടി വ്യാപാര ബന്ധം പൂർണ്ണമായി നിലച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കയറ്റുമതി 2018-19 $2.59 ബില്യൺ ആയിരുന്നു. പഞ്ചസാരയും പരുത്തി വസ്ത്രങ്ങളും മരുന്നുമടക്കം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ നിന്നും തുണിത്തരങ്ങളും പഴങ്ങളും മറ്റുമാണ്. അത് കേവലം $500 മില്യൺ താഴെയുള്ള ഒരു ഇറക്കുമതി മാത്രമേയാണ് പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനിലെ സാമ്പത്തിക സ്ഥിതി അനുദിനം വഷളാകുകയും പാശ്ചാത്യ ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് മരുന്നുകൾക്കൊക്കെ വലിയ വില നൽകേണ്ടി വരുന്നൊരു സാഹചര്യം. ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് 25% നികുതി കൂടി അടിച്ചേൽപ്പിച്ചതോടെ നിൽക്കക്കള്ളിയില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ആവശ്യക്കാരായുള്ളത് ഇന്ത്യൻ മെഡിസിനുകളാണ്. കാരണം പാശ്ചാത്യ മരുന്നുകൾ വാങ്ങുന്നത് വലിയ തുക ചിലവാകും. ഇന്ത്യൻ മരുന്നുകളോടാണ് അവർക്ക് പ്രിയം. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വ്യാപാരബന്ധം നടത്താനാകാത്ത സാഹചര്യമാണ്. ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാൻ ചർച്ചയ്ക്ക് വന്നാൽ തങ്ങൾ അതിന് ഒരുക്കമാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പാകിസ്ഥാനാണ് വരേണ്ടത്. കാരണം അവരാണ് ഈ വ്യാപാര ബന്ധം നിർത്തിപ്പോയത് എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നത് വളഞ്ഞ വഴിയിലൂടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഈ പാകിസ്ഥാനിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. ദുബായ്, സിംഗപ്പൂർ തുടങ്ങിയ ശ്രീലങ്ക തുടങ്ങിയ ഇടങ്ങളിലൂടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങി പാകിസ്ഥാനിൽ വിതരണം ചെയ്യുകയാണ്. ഏതായാലും ആ വഴികളിലൂടെ പാകിസ്ഥാനിൽ ഈ ഉൽപ്പന്നം എത്തുമ്പോൾ 25% വില കൂടുതൽ നൽകിയാണ് ജനങ്ങളത് വാങ്ങുന്നത്. പക്ഷേ ഈ സാധനങ്ങൾക്കെല്ലാം വലിയ ഡിമാൻഡാണ്. പ്രത്യേകിച്ച് പഞ്ചസാര, മരുന്ന്, ഗോതമ്പ്, പരുത്തിത്തുണികൾ, ഇതിനൊക്കെ വലിയ ഡിമാൻഡാണ്. ഇതൊക്കെ വലിയ വില കൊടുത്തത് 25% അധികം പണം നൽകിയാണ് ജനം വാങ്ങുന്നത്. ഡിമാൻഡ് ഉള്ളതുകൊണ്ട് മാത്രം വാങ്ങുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് വേറെ നിവൃത്തിയില്ല. ക്വാളിറ്റിയും ഒപ്പം തന്നെ വലിയ വിലയും ഇല്ലാത്ത സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാത്രമേയാണ് ഇവർക്കിപ്പോൾ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നത്. ഏതായാലും പാകിസ്ഥാൻ ജനം ചോദിക്കുന്ന ഇത് നേരിട്ടായാൽ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ടൊരു വ്യാപാര ബന്ധമായാൽ ഇരു കൂട്ടർക്കും അത് ഗുണമാണ്. ഒപ്പം തന്നെ ജനങ്ങൾക്ക് ഈ 25% അധികം തുക നൽകാതെ തന്നെ ഈ സാധനങ്ങൾ വാങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.